പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ സൃഷ്ടാക്കൾ വരരുചിയും പഞ്ചമിയും. വിധിയുടെ വിളയാട്ടം കൊണ്ടാണ് വരരുചിക്ക് പഞ്ചമിയെ പത്നിയാക്കേണ്ടി വന്നത്. ആ ഐതിഹ്യ കഥകളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. 12 മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്ന പഞ്ചമിയുടെ കഥയും അവസാനം 12 മക്കളെ ഒരുമിച്ച് കാണാൻ അവസരം കൈവന്ന ആ കഥയും ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കാം. വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായ വരരുചി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്നറിയാതെ അതിനുള്ള ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. ഉത്തരം കണ്ടെത്താനായി വിക്രമാദിത്യൻ വരരുചിക്ക് 41 ദിവസത്തെ സമയം കൊടുക്കുന്നു. 40-ാം ദിവസം വനത്തിലൂടെയുള്ള യാത്രക്കിടെ ഒരു ആൽമരച്ചുവട്ടിലിരുന്ന് വനദേവതമാരെ പ്രാർത്ഥിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ഒരു പറയിപ്പെണ്ണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ആ പെൺകുട്ടിയുടെ ഭാവി ഭർത്താവാണ് ആൽമരച്ചുവട്ടിലിരിക്കുന്നത് എന്നും വനദേവതമാർ അടക്കം പറയുന്നത് വരരുചി കേൾക്കാൻ ഇടവരുന്നു. വനദേവതമാരുടെ വാക്കുകളിലൂടെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകവും വരരുചി മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ സന്തോഷവാനായെങ്കിലും പറയിപ്പെണ്ണിൻ്റെ ഭർത്താവാകും എന്നുള്ള പ്രവചനം വരരുചിയെ പരിഭ്രാന്തനാക്കി. അങ്ങനെ ആ പെൺകുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ പെൺകുഞ്ഞ് രാജ്യത്തിന് ആപത്താണ് എന്ന് വിക്രമാദിത്യനെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച രാജാവ് ഭടന്മാരെ കൊണ്ട് ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ബ്രാഹ്മണൻ അദ്ദേഹത്തെ പ്രാതലിന് ക്ഷണിച്ചു. സ്നാനത്തിനായി പുറപ്പെടാൻ നേരത്ത് വരരുചി ആ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിനായി തൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. കുളി കഴിഞ്ഞെത്തുമ്പോൾ വീരാളി പട്ടു വേണം. താൻ കഴിക്കുന്നതിന് മുൻപായി 100 പേർക്ക് ഭക്ഷണം നൽകണം. ഭക്ഷണത്തിന് 101 കറിയുണ്ടാകണം. ഭക്ഷണം കഴിഞ്ഞാൽ 3 പേരെ തിന്നണമെന്നും അത് കഴിഞ്ഞാൽ 4 പേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു. വളരെ ബുദ്ധിമതിയായ പഞ്ചമി ബ്രാഹ്മണന് വിശദീകരിച്ചു കൊടുത്തു. വീരാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചീന്തൽ ഗുണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വൈശ്യം എന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 101 വിഭവം എന്ന് പറഞ്ഞത് ഇഞ്ചിത്തൈര് വേണമെന്നാണ്. ഇഞ്ചിത്തൈരിൻ്റെ ഫലമാണ് ഇവിടെ പറയുന്നത്. 3 പേരെ തിന്നണം എന്ന് പറഞ്ഞാൽ വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണം എന്നാണ്. 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞത് ഊണു കഴിഞ്ഞാൽ കിടക്കാനായി കട്ടിൽ വേണം എന്നത്. പഞ്ചമിയുടെ ബുദ്ധിസാമർഥ്യത്തിനു മുൻപിൽ ആകൃഷ്ടനായി വരരുചി അവളെ വിവാഹം കഴിക്കുന്നു. നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിൻ്റെ പാട് കാണുകയും അതിൻ്റെ പിന്നിലെ കഥയറിഞ്ഞപ്പോൾ പഞ്ചമി ബ്രാഹ്മണൻ്റെ മകളല്ലെന്ന സത്യം വരരുചി മനസ്സിലാക്കുന്നു. വനദേവതമാരുടെ പ്രവചനം അങ്ങനെ നടന്നിരിക്കുന്നു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി വരരുചി പത്നിയെയും കൊണ്ട് ദേശാടനത്തിനിറങ്ങി. അങ്ങനെ ദേശാടനത്തിനിടെ 11 ആണും ഒരു പെണ്ണുമായി 12 മക്കൾ അവർക്ക് പിറക്കുന്നു. കുഞ്ഞിന് വായുണ്ടെങ്കിൽ ഈശ്വരൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവും എന്ന തത്വവും പറഞ്ഞ് വരരുചി 11 മക്കളെയും ഉപേക്ഷിക്കുന്നു. വരരുചിയുടെ നിർബന്ധത്തിന് വഴങ്ങി പഞ്ചമിക്ക് അത് അനുസരിക്കേണ്ടതായും വന്നു. അങ്ങനെ 12ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ പതിവ് പോലെ കുഞ്ഞിന് വായുണ്ടോ എന്ന വരരുചിയുടെ ചോദ്യത്തിന് മുൻപിൽ ആ കുഞ്ഞിനെയെങ്കിലും ലാളിക്കാനുള്ള ഭാഗ്യം കിട്ടാനായി പഞ്ചമി ഒരു കളവ് പറയുന്നു, വായില്ല എന്ന്. എന്നാൽ ആ കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊള്ളാൻ വരരുചി പറയുന്നു. പഞ്ചമി സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കൈകളിലേക്കെടുത്തു. അത്ഭുതമെന്നേ പറയേണ്ടൂ, പഞ്ചമിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ കുഞ്ഞിന് വായില്ലായിരുന്നു. അലറിക്കരഞ്ഞ പഞ്ചമിയെ വരരുചി ആശ്വസിപ്പിക്കുന്നു. ഈ കുഞ്ഞ് അമാനുഷിക ശക്തിയും ചൈതന്യമുള്ളവനുമാണ്. അതുകൊണ്ട് നമുക്കിവനെ ഇവിടെ പ്രതിഷ്ഠിക്കാം. ഇവൻ വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ അറിയപ്പെടുമെന്ന്. ഭർത്തൃവചനങ്ങൾ അപ്പാടെ സ്വീകരിച്ചു പോന്ന പഞ്ചമി മറുത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറയിപെറ്റ പന്തിരുകുലത്തിലെ വായില്ലാ കുന്നിലപ്പനൊഴികെ ഭർത്തൃകൽപ്പനയനുസരിച്ച് പഞ്ചമിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന 11 കുഞ്ഞുങ്ങളെയും നാനാജാതി മതസ്ഥരിൽപ്പെട്ട 11 പേരാണ് വളർത്തിയത്. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. വാർദ്ധക്യം ബാധിച്ച വരരുചിക്ക് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പഞ്ചമിയെയും കൂട്ടി വായില്ലാ കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ച പറമ്പിൽ എത്തുന്നു. മഹാജ്ഞാനിയായ വരരുചിയോട് പഞ്ചമി 2 വരങ്ങൾ ആവശ്യപ്പെടുന്നു. അതിലൊന്ന് വരരുചി മരിക്കുന്നതോടൊപ്പം തനിക്കും ജീവൻ കൈവിടണം എന്ന്. മറ്റൊന്ന് 12 മക്കളെ പ്രസവിച്ചെങ്കിലും ഒന്നിനെ പോലും വളർത്താൻ ഭാഗ്യമില്ലാത്ത തനിക്ക് തൻ്റെ 12 മക്കളെയും ഒരുമിച്ച് ഒരു നോക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന്. തൻ്റെ പത്നിയുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കി
തങ്ങളുടെ 12ാമത്തെ പുത്രനായ വായില്ലാക്കുന്നിലപ്പനോട് ബാക്കി എല്ലാ മക്കളെയും ഇവിടെ എത്തിക്കാനായി ആവശ്യപ്പെടാം എന്ന് പറയുന്നു. അങ്ങനെ പഞ്ചമി ഉള്ളുരുകി വായില്ലാക്കുന്നിലപ്പനെ വിളിക്കുന്നു. പെട്ടെന്ന് അച്ഛനമ്മമാരെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വായില്ലാക്കുന്നിലപ്പൻ പ്രത്യക്ഷപ്പെട്ടു. പഞ്ചമി തൻ്റെ മകനെ കൺകുളിർക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ബാക്കി 11 മക്കളെയും കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വായില്ലാക്കുന്നിലപ്പൻ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിപ്പിക്കാനായി തൻ്റെ വലതുകരം ഉയർത്തുകയും ഉടനെ ബാക്കി 11 പേരും വായുവേഗത്തിൽ അവിടെ എത്തുകയും ചെയ്യുന്നു. നാനാദേശത്ത് നാനാജാതികളിലായി പരസ്പരം അറിയാതെ വളർന്ന ആ 12 മക്കളും അന്യോന്യം തിരിച്ചറിയുന്ന അനുഗ്രഹീത നിമിഷം. ജന്മം നൽകിയവരെ കാണാനുള്ള മഹാഭാഗ്യവും അവർക്ക് കൈവന്നിരിക്കുന്നു. വായില്ലാക്കുന്നിലപ്പനൊഴികെ ബാക്കി എല്ലാവരും അവരവരുടെ ജീവിതയാത്രകൾ അച്ഛനമ്മമാരോട് വിവരിച്ചു കൊടുത്തു. അങ്ങനെ മക്കളെയെല്ലാം ഒന്നിച്ചു കാണാൻ കഴിഞ്ഞ് സംതൃപ്തിയോടെ ആ അച്ഛനമ്മമാർ ഇഹലോകവാസം വെടിഞ്ഞു. എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശം ഈ ഐതിഹ്യ കഥയിലൂടെ വ്യക്തമാക്കുന്നു.